മോർണിംഗ് ഓൾ ഓഫ് യു. നമസ്കാരം. എല്ലാവർക്കും ദൈവത്തിന്റെ രക്ഷയും സമാധാനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കും. താങ്ക് യു സോ മച്ച്. ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നമ്മൾ ഫോക്കസുമായി ബന്ധപ്പെട്ട് ഫോക്കസിന് നമ്മൾ തെറ്റിപ്പോവാൻ സാധ്യതയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നമുക്ക് സംസാരിക്കാം എന്ന്. സി ഫോക്കസ് ബേസിക്കലി ഒരു ടൈം മാനേജ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. പലപ്പോഴും അത് പൊതുവെ ശ്രദ്ധിക്കാറില്ല ആള്. നമ്മൾ ബിസിനസ്സൊക്കെ തുടങ്ങുന്ന സ്ഥാപനങ്ങളൊക്കെ തുടങ്ങുന്ന പൊതുവെ മലയാളി കമ്പനികളൊക്കെ പ്ലാൻ ഉണ്ടാക്കുന്നതും അതിനുവേണ്ടി സമയം ചെലവഴിക്കുന്നതും വളരെ കുറവായിരിക്കും. പക്ഷെ പൊതുവെ യൂറോപ്യൻ കമ്പനീസിൻ്റെ ഒരു സ്ഥിതി വിശേഷങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത് അവർ പ്ലാന് കാര്യങ്ങൾ ഓരോ ഫോക്കസും ഓരോന്ന് അച്ചീവ് ചെയ്യേണ്ട ടൈം സെറ്റ് ചെയ്യുന്നതൊക്കെ അതിനൊരു 6 മാസം മുതൽ 3 വർഷം വരെ സമയമെടുക്കും. എന്നിട്ടാണ് കമ്പനി ലോഞ്ച് ചെയ്യുക. അത് രണ്ടും ഇത് ഈ ടൈം മാനേജ്മെന്റ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഫോക്കസിനകത്ത്. അതല്ലാതെ നമ്മളിങ്ങനെ ഒരുപാട് സമയം ഒന്ന് നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല. ഇപ്പോൾ മോഡേൺ സൊസൈറ്റി ഇപ്പോൾ പോസ്റ്റ് കോവിഡിന് ശേഷം മോഡേൺ സൊസൈറ്റിനെ നമുക്ക് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു പോസ്റ്റ് കോവിഡിന് ശേഷമുള്ള സൊസൈറ്റി എന്ന് വിളിക്കാമെന്ന്. കാരണം കോവിഡ് സമയത്താണ് ആളുകൾ എല്ലാ തരത്തിലുള്ള യൂട്യൂബ് ചാനലുകളും എല്ലാ തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുകയും ലിബറൽ തിങ്കിങ് കൂടുകയും വളരെ ലിബറലായിട്ട് ഓരോ വിഷയത്തെ അപ്രോച്ച് ചെയ്യുകയൊക്കെ ചെയ്യാൻ തുടങ്ങി. നമുക്കെന്നെ അറിയാം, ഇപ്പോൾ ആധുനിക തലമുറയിലുള്ള ഓരോ ദിവസവും നിങ്ങൾ തന്നെ പല ആളുകളും എനിക്ക് മെസ്സേജ് അയക്കാറുള്ളത് ഓരോ ഡൈവോഴ്സ് ഇഷ്യൂസും വിവാഹത്തിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ മോഡേൺ തലമുറകളൊന്നും നമ്മൾ വിചാരിക്കുന്ന രൂപത്തിലല്ലാത്ത ഒരു ചിന്തിക്കുന്നതിനപ്പുറത്തേക്കുള്ള രൂപത്തിലേക്ക് അവർ മാറിക്കഴിഞ്ഞു. ഫുഡ് സാധാരണ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ കുറേ സമയമാവും, എനർജി പോവും. അതിനേക്കാൾ കോസ്റ്റ് എഫക്റ്റീവായിട്ട് സാധനം ഫോൺ ചെയ്താൽ ഓർഡർ ചെയ്ത് കിട്ടാൻ പറ്റുമെന്ന് ഒരു ഇൻഫർമേഷനാണ്. ആ ഇൻഫർമേഷൻ ബേസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു കാൽക്കുലേഷൻ ബേസ് ചെയ്തിട്ടാണ്. അതൊരു ടൈം മാനേജ്മെന്റ് ബേസ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇപ്പോൾ ഇത്ര സമയം കൊണ്ട് ഇത്ര ഫുഡ് ഉണ്ടാക്കി തീർക്കാൻ കഴിയില്ല, അപ്പോൾ അതിനേക്കാൾ നല്ലത് അതിൻ്റെ കോസ്റ്റ് ഇത്രയാണ് വരുന്നത്. അപ്പോൾ ആ കോസ്റ്റിനെ കാൽക്കുലേറ്റ് ചെയ്ത് ടൈം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ എഫക്റ്റിവിറ്റി നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്തിട്ട് വരുന്നതായിരിക്കും എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അതൊരു ഇൻഫോർമേഷനാണ്, ഒരു ടൈം മാനേജ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു തോട്ടാണ്, നല്ലൊരു തോട്ടാണ്. അതായത് തോട്ട് സോണൊക്കെ ആക്ടിവേറ്റ് ചെയ്ത് തുടങ്ങി ഈ പോസ്റ്റ് കോവിഡ് സിനാരിയോയിൽ നടത്തും. പക്ഷെ അവിടെ സംഭവിച്ചത് അതിൻ്റെ ഒരു പ്രോസ് ആൻഡ് കോൺസ്, അതിൻ്റെ ഗുണവും ദോഷവും നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഉള്ള ക്വാളിറ്റി ഉള്ളൊരു ഫുഡ്, നമ്മൾ വിചാരിച്ച കാര്യങ്ങളും വസ്തുക്കളും റോ മെറ്റീരിയൽസും ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു ഫുഡ് നമുക്ക് കിട്ടാതാവുകയും അവരുപയോഗിക്കുന്ന, അവർ വിചാരിക്കുന്ന, അവരാഗ്രഹിക്കുന്ന രൂപത്തിലുള്ള ക്വാളിറ്റി കംപ്ലീറ്റ് മിസ്സായിട്ടുള്ളൊരു ഫുഡായിരിക്കും അവർക്ക് നമ്മൾക്ക് സെർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻഫോർമേറ്റീവ് ഇറയുടെ മൂർധന്യാവസ്ഥയും ടെക്നോളജിയുടെ മൂർധന്യാവസ്ഥയിലും റോബോട്ടിക് മൂർധന്യാവസ്ഥയിലൊക്കെ മനുഷ്യന്മാർ എത്തി നിൽക്കുന്ന അവസ്ഥയിൽ മനുഷ്യൻ്റെ ജീവിതത്തിലെ ക്വാളിറ്റി പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓരോ ഏരിയയിലും. സ്ട്രെയിറ്റ് കാര്യത്തിലേക്ക് വാ എന്നുള്ളതാണ് കുട്ടികളുടെ പുതിയ മറ്റൊരു മനോഭാവം. എന്തിനാ അതിങ്ങനെ ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ്, ഇതിങ്ങനെ ചുറ്റി പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യം? നേരത്തെ നേരെ കാര്യങ്ങൾ പറഞ്ഞൂടെ? അച്ഛൻ ശരിയല്ല, അമ്മ ശരിയല്ല, നിങ്ങൾക്ക് ഭ്രാന്താണ്, നിങ്ങൾ എന്നോട് സംസാരിക്കേണ്ടത് എന്നൊക്കെ നേരെ പറയാവുന്ന രൂപത്തിലേക്കുള്ള ഡെവലപ്മെന്റുകൾ ഉണ്ട്. ഇതുകൊണ്ടുള്ള ദോഷം എന്താണ്? ക്വാളിറ്റി ഇൻ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ്ലി ഗോൺ. അപ്പോൾ എനിക്കങ്ങനെ പോളിഷ് ചെയ്ത് സംസാരിക്കാൻ അറിയില്ല, ഞാൻ അങ്ങനെ സംസാരിക്കാറില്ല. അത് മുമ്പുണ്ട്, ഇപ്പോഴും ഉണ്ട് കൂടുതലായിട്ട്. അവിടെ ക്വാളിറ്റി നഷ്ടപ്പെടുന്നു.
ഈ ഇൻഫോർമേഷൻസ് എല്ലാം ഗ്യാദർ ചെയ്യാനുള്ള വിരൽത്തുമ്പിൽ നിന്ന് ഗൂഗിളിൽ നിന്നോ ചാറ്റ്ജിപിറ്റിയിൽ നിന്നോ അത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഉപയോഗിച്ചൊക്കെ നമ്മൾ നേടുമ്പോഴും ഇതൊക്കെ സമയമാണ് ഉപയോഗിക്കുന്നതെങ്കിലും സമയത്തെക്കുറിച്ചാണ് ചെയ്യുന്നതെങ്കിലും അൾട്ടിമേറ്റ്ലി ക്വാളിറ്റി നഷ്ടപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, ഞാനൊരു ആമുഖം പറഞ്ഞു എന്ന് മാത്രം. സി, ഇനി ഫോക്കസിൻ്റെ ടൈം മാനേജ്മെൻറ്റിലേക്ക് നമുക്ക് വരാം. ഫോക്കസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ടൈം മാനേജ്മെൻറ്റ്, ഇപ്പോൾ നമുക്ക് ടൈം മാനേജ്മെൻറ്റിൻ്റെ ഏരിയ പൊതുവെ കുറവാണെന്ന് പറയാൻ കാരണം ഈ വർഷം ഞാൻ അച്ചീവ് ചെയ്യേണ്ടത് ഇന്ന കാര്യങ്ങളാണ്, ഇന്ന മാസം കൊണ്ട് അത് അച്ചീവ് ചെയ്യണം, ഇത്ര സമയത്തിനുള്ളിൽ ഇന്ന കാര്യങ്ങൾ അച്ചീവ് ചെയ്യണം എന്ന് നിർബന്ധമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കാണാറുള്ളത് ഈ എൻട്രൻസ് എക്സാമുകളുടെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൻറ്റേഴ്സ് ഉണ്ട്. ആ സെൻറ്ററുകളിലൊക്കെയുള്ള കുട്ടികൾക്ക് കാണാം ഇന്ന സമയത്ത് ഇന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഇത്ര മണിക്കൂറിനുള്ളിൽ ഇങ്ങനെ ഓറിയൻറ്റഡ് ആയിട്ട് ഓരോ ടൈം ഓറിയൻറ്റഡ് ആയിട്ട് കൊടുക്കുന്നതാണ്. സി, ഇതിലപ്പുറത്തേക്ക് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇന്ന സമയം കൊണ്ട് ഇന്നത് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ഫോക്കസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇപ്പം ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്നുള്ള രൂപത്തിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഈ എഴുതി വെച്ചതിൽ അകത്ത് ഈ വർഷം നമുക്ക് പറ്റുമെങ്കിൽ ഇങ്ങനെ ചെയ്യാം, ഈ വർഷം പറ്റുമെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാം, ഈ വർഷം പറ്റുമെങ്കിൽ അങ്ങനെ ആവാം എന്നതിൽ എഴുതുന്നതിനപ്പുറത്ത് സെപ്റ്റംബർ 1 ആകുമ്പോഴേക്കും ഇൻഷാല്ല, അല്ലെങ്കിൽ ഒക്ടോബർ 31 ആകുമ്പോഴേക്കും, ഓഗസ്റ്റ് 15 ആകുമ്പോഴേക്കും ഒരു കൃത്യമായി ഡേറ്റ് ഇട്ട് ആ ഡേറ്റിന് റിവേഴ്സ് ഇൻറ്റഗ്രേഷൻ വഴി പ്ലാൻ ചെയ്ത് ആ പ്ലാൻ ഓഫ് ആക്ഷൻ പ്രകാരം അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്ന രൂപത്തിലേക്ക് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഒരു ഫോക്കസ് കൃത്യമായിട്ട് എത്താൻ സാധിക്കുക. ഇപ്പോൾ ജില്ലാ കലക്ടർ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്ത ഒരു ടൈമുണ്ട്. ബസ് 1:14 പയ്യന്നൂർ ടൗണിലൂടെ പാസ് ചെയ്യണം, അല്ലെങ്കിൽ 2:13 എടത്ര ടൗൺ പാസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ എഴുതി കൊടുത്തിട്ട് കംപ്ലീറ്റ് ലിസ്റ്റ് ഉണ്ടാവും. ഈ ലിസ്റ്റ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നീലേശ്വരം സ്റ്റാൻഡ് ഇന്ന സമയത്താണ് പാസ് ചെയ്യേണ്ടത് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആലക്കോട് പാസ് ചെയ്യേണ്ട സമയം 7:12 എന്നൊക്കെ പറഞ്ഞ് എഴുതി കൊടുക്കുന്ന സമയത്ത് ആ എഴുതി കൊടുക്കുന്നത് അത് കൃത്യമാണ്. അതിനകത്ത് തെറ്റിച്ചു കഴിഞ്ഞാൽ പെനാൽറ്റി ഉണ്ട്. അത് തെറ്റിച്ച് വന്നു കഴിഞ്ഞാൽ വേറെ ബസ്സിന് കംപ്ലൈൻറ്റ് ചെയ്യാം. ആ പെനാൽറ്റി അവർക്ക് പേടിയുണ്ടാവും. അതേപോലെ തന്നെ ആ സമയത്ത് പാസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേറെ ബസ് ഓവർടേക്ക് ചെയ്യും, അപ്പോൾ ഇഷ്യൂ ഉണ്ടാവും. അപ്പോൾ അവരുടെ ഫർദർ അവർക്ക് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും എന്നുള്ളതൊക്കെ ശരിക്ക് അവർക്കറിയും. സി, ഇന്ന സമയത്തിനുള്ളിൽ ഇന്ന സമയം തീർത്തേ പറ്റൂ എന്നുള്ളത് വളരെ സീരിയസ് ആയതുകൊണ്ടാണ് അവർ ടൈം ടൈം ഓറിയൻറ്റഡ് ആയിട്ട്, ടൈം മാനേജ്ഡ് ആയിട്ട് ചിലപ്പോൾ റോഡിലൊക്കെ അടിപിടിയൊക്കെ കാണാം ബസ്സുകാർ തമ്മിൽ. ഇതിൻ്റെ ബേസിക് റീസണൊക്കെ ഇതാണ്. സി, ചില ആളുകൾ എമോഷണലി ബ്ലാസ്റ്റ് ആവുന്നത് കാണാം. ചില കാർ ഓടിക്കുന്ന ആൾക്കാർ, അവർക്ക് ചില ലാസ്റ്റ് മൊമെൻ്റ് സ്ഥലത്ത് എത്താൻ വേണ്ടി ഡിലേ ആയിട്ടുണ്ടാവും. അതായത് ഒരു പ്ലാൻഡ് ടൈം മാനേജ്മെൻറ്റ് ഇല്ലാതെ ഇന്ന സമയം കൊണ്ട് എത്തുമെന്ന് വിചാരിച്ചിറങ്ങും ചിലപ്പം. ഇപ്പോൾ ടൈം മാനേജ്മെൻറ്റിന് സപ്പോർട്ട് ചെയ്യാവുന്ന വലിയൊരു ടൂളാണ് ഗൂഗിൾ മാപ്പ്, അതുപോലെ അതിൻ്റെ സപ്പോർട്ട്, അതുപോലെയുള്ള ടൂളുകളൊക്കെ. മുഴുവനായിട്ട് അതിനെ വിശ്വസിക്കണമെന്നല്ല, പക്ഷെ അതൊരു സപ്പോർട്ടിംഗ് ടൂളാണ്. സോ ഇത്തരത്തിൽ ലൈഫിൻ്റെ ഓരോ നിലക്കും സപ്പോർട്ടിംഗ് ടൂളുകൾ ഉപയോഗിക്കാൻ നമ്മൾ പഠിക്കണം. അപ്പം ഇത് ടൈം മാനേജ്മെൻറ്റ് നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളുടെ ഒരു മെൻറ്ററുണ്ട്, മെൻറ്ററോട് ചോദിക്കാം. അതല്ല, നിങ്ങൾക്ക് ചാറ്റ്ജിപിറ്റി എടുത്തിട്ട് ചാറ്റ്ജിപിറ്റിയോട് ചോദിക്കാം, എനിക്ക് 2025 ജൂൺ 30 ആകുമ്പോഴേക്ക് ലൈസൻസ് എടുക്കണം, ഇന്ത്യക്കാരനായ എനിക്ക് ഇത് എടുക്കാൻ വേണ്ടി ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് നമ്മൾ വെറുതെ ചോദിച്ചാൽ അതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളുടെ കംപ്ലീറ്റ് ലിസ്റ്റ് റിവേഴ്സ് ഇൻറ്റഗ്രേഷനായിട്ട് എങ്ങനെ ചെയ്യണം എന്നുള്ളത് പോലും ലിസ്റ്റ് നമുക്ക് തരും. ആ ലിസ്റ്റ് റിഫൈൻ ചെയ്തിട്ട് ആ ലിസ്റ്റ് വെച്ച് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ചെറിയ മാറ്റങ്ങളെ ആവശ്യമുണ്ടാവാൻ സാധ്യതയുള്ളൂ. സോ അത്രത്തോളം ടൂളുകൾ നമുക്കുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഫോക്കസ് ഓറിയൻറ്റഡ് ആവുന്നതിൽ ടൈം ഒന്നുകൂടി സീരിയസ് ആയിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൂടാ? ശരിക്കും ആലോചിച്ച് നോക്കും, ഇന്ന സമയത്തിനുള്ളിൽ ഇന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ ഒന്നും കൂടി ടൈം കാൽക്കുലേറ്റ് ചെയ്ത് ഉള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്ക് നടക്കും. സി, ടൈം കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം നോ പറയുന്നത് ഈസി ആയിരിക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് 12 മണി ആകുമ്പോഴേക്കും എനിക്ക്
ഒരു 15 മെയിൽ അയക്കണം, 100 മെയിൽ അയക്കണം ഞാൻ ഓഫീസിലിരുന്ന്. അതിനിടയ്ക്ക് എന്നെ വേറൊരു മീറ്റിങ്ങിന് ഒരാൾ വിളിക്കാണ്ടി വന്നാൽ, ഒരാൾ എന്നെ കാണാൻ വേണ്ടി വിളിച്ചാൽ ഞാൻ പറയാം 12 മണി വരെ എൻഗേജ്ഡ് ആണ്. ഐ ഹാവ് എ കാൽക്കുലേറ്റഡ് ടാർഗറ്റ് ടിൽ 12 o'clock. 12 മണി വരെ എനിക്കൊരു പർട്ടിക്കുലർ ടാർഗറ്റ് ഉണ്ട്. അതൊരു പക്ഷേ 12:30 വരെ നീണ്ടേക്കാം. അതുകൊണ്ട് നമുക്ക് 2:30 കാണാം. സി, അപ്പം ഒരു ഫിക്സഡ് പ്ലാനും ടാർഗറ്റും ഒക്കെ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നോ പറയുന്നത് ഈസി ആയിരിക്കും. അയാൾക്ക് അയാളുടെ കാര്യങ്ങൾ ചെയ്തേ പറ്റൂ എന്നുള്ളത് അയാൾക്ക് സീരിയസ് ആയിട്ട് മനസ്സിലാക്കാനും സാധിക്കും. സി, മറ്റുള്ളവർക്കും അത് മനസ്സിലാവും. ഓ, ഹീസ് സീരിയസ്ലി പ്ലാൻഡ് എന്നുള്ളത്. അൺപ്ലാൻഡ് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും സമയമുണ്ട്, എല്ലാ കാര്യങ്ങളും ഏൽക്കുകയും ചെയ്യും, എന്നാൽ ആൾമോസ്റ്റ് ഒന്നും നടക്കൂല. ഇത് റഹ്മാൻ ഖാൻ, റഹീമ മേമൊക്കെ ഉണ്ട് ഇവിടെ, നമ്മളെ കമ്മിറ്റിയിലുള്ള ആളുകളൊക്കെ ചോദിച്ചാൽ അറിയും. പല ആളുകളും അങ്ങനെയാണ്, ഒരുപാട് കാര്യങ്ങൾ ഏൽക്കും, ഒരുപാട് കാര്യങ്ങൾ ഒന്നും നടക്കാതെ പോവുകയും ചെയ്യും. ബേസിക്കലി അവർക്ക് പ്ലാനിങ് കുറവായിരിക്കും, അവർക്ക് ടൈം മാനേജ്മെൻറ്റ് കുറവായിരിക്കും. കുറേയൊക്കെ കഴിയുമ്പോൾ നമ്മൾ അവരെ ഏൽപ്പിക്കേണ്ട എന്നുള്ളത് സ്വാഭാവികമായിട്ട് പറഞ്ഞു വിടും. സി, അവർ ഫോക്കസ്, ടൈം മാനേജ്മെൻറ്റും ഫോക്കസും തമ്മിൽ വളരെ വലിയ കണക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ഒരു ഫോക്കസ് സീരിയസ് ആയിട്ട് കൊണ്ടുവരാൻ ടൈം മാനേജ്മെൻറ്റ് ആവശ്യമാണ്. അത് വലിയ പ്രധാനപ്പെട്ടൊരു ടൂളാണ്. അതുകൂടാതെ മറ്റു പല ടൂൾസും നമുക്ക് ടൈം മാനേജ്മെൻറ്റ് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താനും സാധിക്കും. ഏതായിരുന്നാലും 2025 ഒരു ഫോക്കസ് ഒന്നുകൂടി വർദ്ധിപ്പിക്കാനും ഇനിയും ഇതിനകത്തേക്ക് ഒരുപാട് പ്ലാനുകൾ ആഡ് ചെയ്യാൻ പറ്റും. അതൊന്നും കൂടി വർക്കൗട്ട് ചെയ്താൽ, ടൈം ഒന്നും കൂടി ആഡ് ചെയ്താൽ, അറിയാതെ നമുക്ക് നോ പറയാനുള്ള കപ്പാസിറ്റി ആഡ് ചെയ്യുമെന്നുള്ളത് ഇതിൻ്റെ ഒരു അഡീഷണൽ ബൈ പ്രൊഡക്റ്റ് ആണ് എന്ന് മാത്രം. സോ ഐ വിഷിംഗ് യു all the very best and have a great day. God bless and thank you so much and love you all.